വർഷങ്ങൾക്ക് ശേഷം സിനിമ, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ചുള്ള സദ്യ. വിഷുവിന് ഓണത്തിനല്ലേ? കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സദ്യ. ലൊക്കേഷൻ ഷൂട്ടിങ്ങിനായിരുന്നു. അവിടെയുണ്ട്. അവിടെ ഞാൻ വന്നത്. അത് ഞാൻ ഇടയ്ക്കൊരു പടം എഴുതിയായിരുന്നു, കോപ്പങ്കിൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംഭവിച്ചോ? ഇടയ്ക്കൊരു പടം എഴുതി. അത് ഷൂട്ട് ചെയ്ത് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്തു കസേര കളിയൊക്കെ. അപ്പൊ അത് കണ്ടിട്ട് ഏട്ടൻ വിളിച്ചിട്ട് തടി കുറഞ്ഞില്ലല്ലോ എന്ന് വിളിച്ച് പ്രശ്നമായി. അങ്ങനെ എന്നെ പടത്തിൽ നിന്ന് മാറ്റാനിരുന്നതാ ഈ വീഡിയോ കാരണം. ഞാൻ ഈ വിഷു എപ്പോഴും ലൊക്കേഷനൊക്കെ ആയിരിക്കും. നിങ്ങളൊക്കെ അപൂർവമായിട്ടായിരിക്കും വിഷു ഓണത്തിനൊക്കെ വീട്ടിലെത്തുന്ന അല്ലേ? ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആയിരിക്കില്ലേ? ഇതിപ്പോൾ ഈ ഒരു സിനിമയുടെ വിജയവും നാട്ടിലുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റിയ കഴിഞ്ഞ മുമ്പത്തെ വർഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഈ വിഷുവിനാണ് എത്തിയിരുന്നത് അല്ലേ? കൈനീട്ടം തന്നോ അച്ഛൻ? കൈനീട്ടം തന്നോ? എടുത്തു വെച്ചിട്ടുണ്ടോ? എനിക്ക് തരുമോ? എനിക്ക് വിഷു കൈനീട്ടം തരുമോ? എന്റെ മകനാണ്. കൈനീട്ടം ആർക്കും കൊടുക്കാലോ. എനിക്ക് വിഷു കൈനീട്ടം തരുമ്പോൾ ഞാൻ എൻ്റെ പെരുന്നാൾപ്പൊടി ഒന്ന് തരും. എൻ്റെ പെരുന്നാൾ കഴിഞ്ഞ ദിവസമല്ലായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ അല്ലേ? ഓ അത് കറക്റ്റ് മനസ്സിലല്ല പറയണത്. ഇന്നലെ സിനിമ കണ്ടിട്ട് ഓക്കെ അല്ലേ? രാത്രി ആ സിനിമയെ കുറിച്ച് ചിന്തിച്ചോ? കാണണ്ടിയിരുന്നില്ലാന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചോ? ഇല്ല. ഈ ഓരോ സിനിമകൾ കഴിയുമ്പോഴേ ശ്രീചേട്ടൻ്റെ കാലത്ത് ഓരോ സിനിമകൾ കഴിയുമ്പോൾ അടുത്ത സിനിമയിലേക്ക് ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ. സ്ക്രിപ്റ്റിനാണെങ്കിൽ തയ്യാറെടുപ്പുണ്ടായിരുന്നല്ലോ. നിങ്ങൾ പെട്ടെന്ന് സ്ക്രിപ്റ്റ് ഒരു വർഷത്തിന് 3-4 സ്ക്രിപ്റ്റുകൾ എഴുതും അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് നടക്കുന്നില്ല. അതെങ്ങനെയായിരിക്കും അതിന്റെ ഒരു യാത്ര? എങ്ങനെയായിരുന്നു ശ്രീചേട്ടാ? പ്രധാനമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു ഏരിയയിലുള്ള കഥയാണ്. നമ്മൾക്ക് ചിരപരിചിതമായിട്ടുള്ള ഏരിയയിൽ ആയിരിക്കും നമ്മുടെ കഥകൾ നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാൾ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന സത്യത്തിൽ നമ്മളെപ്പോലെ തന്നെ കേരളം ചുറ്റുപാടുകൾ വളർന്നവരാണ്. അപ്പോഴേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, പുള്ളി പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. അപ്പം ഓരോ രംഗങ്ങളും പെട്ടെന്ന് ഉണ്ടാവും. നമ്മളുടെ TP ബാലഗോപാലിൻ്റെ എം എ എന്ന് പറയുന്ന സിനിമയുടെ കഥ ഒറ്റ രാത്രിയാണ് ഉണ്ടായത്. ആ വർഷം നല്ല സിനിമകളിൽ ഒന്നായി മാറിയ സിനിമയാണത്. മോഹൻലാലിന് ആദ്യമായിട്ട് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത് TP ബാലഗോപാലിൻ്റെ എം എയിലാണ്. അതെ, ആ കഥ ഒരു ദിവസം ന്യൂ വുഡ്ലാൻഡ്സ് ചെന്നൈയിൽ ഹോട്ടലില് ഒരു സിംഗിൾ റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ അതാണ് സത്യനായിട്ടുള്ള ആദ്യം പടം. ഞാൻ ചെന്നൈയിലെത്തിയപ്പോൾ പുള്ളിയോട് പറഞ്ഞിങ്ങനെ നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, അത് ഇടത്തുകാരുടെ ജീവിത സന്ദർഭങ്ങൾ ആയിട്ടുള്ള കഥയായിരിക്കും നമുക്ക് എളുപ്പമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യനോട് പറഞ്ഞു, ഞാനൊരു പിന്നെ
നല്ല എഴുത്തുകാരൊന്നുമല്ല, എനിക്ക് പരിചയമൊന്നുമില്ല എഴുതിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഫുൾ ടൈം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഉണ്ടാവും, ഞാൻ ഉണ്ടാവുന്നത്. TK ബാലചന്ദ്രനാണ് പ്രൊഡ്യൂസർ. അന്നത്തെ ഒരു പ്രൊഡ്യൂസറാണ് TK ബാലചന്ദ്രൻ, നടനും കൂടിയാണ്. നാരദനായിട്ടൊക്കെ പല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് TK ബാലചന്ദ്രൻ, TKBs എന്നാണ് പ്രൊഡക്ഷൻ്റെ പേര്. അപ്പം സത്യൻ 2 പടങ്ങളുടെ എഡിറ്റിങ്ങും പിന്നെ ഡബിങ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ഫുൾ തിരക്കിലാണ്. എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ പുള്ളി അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്നെ കൊണ്ട് ആലോചിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ആലോചിച്ചു എന്നല്ലാതെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒന്നും ശരിക്ക് മുന്നോട്ട് പോകുന്നില്ല. എൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ സത്യന് കിട്ടുന്നില്ല. പുള്ളി ആ വർക്കിൻ്റെതറിയോ, ഒരു ദിവസം രാത്രി ഞാൻ വാതിലടച്ച് പുള്ളി കയറി വന്നപ്പോൾ ഇനി നിങ്ങൾ ഇവിടുന്ന് കഥ ശരിയാവാതെ എങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ടല്ലേ? ആ ഒറ്റ രാത്രി. ഇത് 86 അല്ലേ? ആണോ? കാരണം ആ വർഷം ആണ് അച്ഛൻ ഏറ്റവും കൂടുതൽ കഥ എഴുതിയിട്ടുള്ളത്. ആ വർഷം എനിക്ക് തോന്നുന്നു ആ വർഷം 86 ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു, ഒരു കഥ വരുന്നു ഉണക്കഥ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, സന്മനസ്സുള്ള സമാധാനം, TB ബാലഗോപാലൻ. ഒറ്റ വർഷം 1 2 3 4 5 6 7 9 പടം, 10 പടം. എല്ലാം സ്ക്രിപ്റ്റും ഉണ്ടല്ലോ ഇല്ലേ? 86 10 പടം എഴുതിയിട്ടുണ്ട്. ഒരു മാസം ഒരെണ്ണം വെച്ച് 10 മാസം 12 മാസം. അപ്പൊ ഇത് ഇറങ്ങുക എഴുതുക അങ്ങനെയായിരുന്നു. അന്നേരം വീട് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സത്യമായിട്ട് എപ്പോഴും പറയുന്ന കാര്യം എന്താ പറഞ്ഞാൽ, ശ്രീനിനെ കൊണ്ട് സ്ഥലം എടുപ്പിക്കണം, എന്നാ പിന്നെ ശ്രീനി വേഗം എഴുതുന്നു. പൈസക്ക് ബുദ്ധിമുട്ടുള്ള ഇല്ലേ? എന്തെങ്കിലും എന്താ പിന്നെ വീട് വെക്കുന്നുണ്ട്, പൈസക്ക് ബുദ്ധിമുട്ടുള്ള അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്ന് എഴുതിയത്. അന്നേരമല്ല പറയാറുണ്ട്. അപ്പൊ ആ സിനിമകൾ ഇറങ്ങിയ സമയത്താണ് ഈ സ്ഥലമൊക്കെ വാങ്ങുന്നത്. ഇത് മറ്റേ പ്രൊഡ്യൂസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മേടിച്ചാന്ന് എനിക്ക് തോന്നുന്നു. 2 പടം പ്രൊഡ്യൂസ് ചെയ്ത പൈസക്ക് മേടിച്ചല്ലേ? പിന്നെ എന്നെ നിർത്തിയത് പ്രൊഡ്യൂസിങ്? വൈകുന്നേരം പൈസ ആയതുകൊണ്ടാണോ? അതുമല്ല, അതിൽ നിന്നാണ് അന്ന് കിട്ടിയ പൈസ കൈ നീട്ടൊക്കെ ഇപ്പോഴും തരുന്നൊക്കെ ബാങ്കിൽ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുവാണല്ലേ? ഈ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് 10 കഥ അല്ലേ, ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഇൻഡസ്ട്രിയിലും. ഏറ്റവും കൂടുതൽ കഥ സ്ക്രിപ്റ്റ് എഴുതിയതാരാ മലയാളത്തിൽ? സാരംഗമണിയായിരിക്കും പുള്ളിയല്ലേ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്? പുള്ളിയുടെ പേരിലാണോ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് വന്നതെന്ന് എനിക്കറിയില്ല. പുള്ളി 100 മുകളിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ പടങ്ങളിലും പുള്ളി പിന്നിലുള്ള ആളാണ്. എല്ലാ കഥയുടെയും പിന്നിലെ പുള്ളിയാണ്. ശ്രീചേട്ടൻ മൊത്തം കഥ 70ഓളം എഴുതിയിട്ടുണ്ട് അല്ലേ? 70 കഥയാണ് അല്ല 50ഓളം. അതിൽ കൂടുതലുണ്ടല്ലോ. അതിൽ കൂടുതലുണ്ടോ? എന്റെ കണക്കിൽ 50 ഉള്ളൂ. ബാക്കി നിങ്ങളൊന്നും എഴുതുന്ന എനിക്കറിയില്ല. അല്ല, കറക്ഷൻ ചെയ്തിട്ടുണ്ട്.
ഇല്ല, ഇല്ല. അതിനൊന്നും ചെയ്യേണ്ടി വന്നില്ല. ആ. കമലിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അമ്മ ഇപ്പൊ തരാം. ശരിയാവാത്തത് മാറ്റി വെച്ചിട്ട് ഞാൻ എഴുതിയതാണ് പാവം പാവം രാജകുമാരൻ. അത് അവര് ടേബിള് ശരിയാക്കാൻ എൻ്റെ അടുത്തെടുത്ത് തന്നു. ഞാൻ എഴുതി. അതൊരു യഥാർത്ഥ സംഭവം. ഞാൻ കോളേജിലുള്ളപ്പോൾ എൻ്റെ കൂട്ടുകാർ കൂടി ചെയ്ത ഒരു കോമാളിത്തരമാണ് എൻ്റെ കഥ. മുത്തേ, അതിലല്ലേ ആദ്യമായിട്ട് മീശ പഠിക്കുന്നത്? ആ സിനിമയിലാണ്, ആ സിനിമയിലാണ്. അവളെ കാണിക്കാൻ വേണ്ടി. അവളെ കാണി. So, inside there's a tissue. Go ഈ get that. 84 ആദ്യം എനിക്കൊന്ന് ഓർഡർ She's asking you to get it from there. Get it from അതെ. there. അല്ലേ? അത് പിന്നെ ഈ മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു, ബോയിങ് ബോയിങ്, പിന്നെ അരം പ്ലസ് അരം കിന്നരം, ഇതിലൊക്കെ പ്രധാന നായകനും പിന്നെ സൈഡിൽ വരുന്ന ആൾക്കാരൊക്കെ പൂവാലന്മാരും മറ്റേ വായനൊക്കെയുള്ള. അപ്പൊ ഈ അറിയാവുന്ന പശ്ചാത്തലം അവിടെ നമ്മൾ വളറിയാം 3 പേരും. എന്നിട്ട് എന്നാ പറയാ, കോഴികൾ എന്നാ വിളിക്കുക ഇവിടെ ഇപ്പത്തെ. അത് പണ്ട് പൂവാലന്മാരുണ്ടല്ലോ. അപ്പൊ ഈ പൂവാലന്മാരെ പറ്റിയൊക്കെ എഴുതുന്ന സമയത്ത് അന്നത്തെ നിങ്ങളെ കാലത്ത് ഉണ്ടായിരുന്ന അനുഭവങ്ങളാണോ? അതെയോ? ആണ്. കുറച്ചൊക്കെ ഉണ്ടാവും. അല്ല, അന്നേരം പറയാറുണ്ട് കോളേജില് ഉള്ള കുറെ. അങ്ങനെ അമ്മേനെ ഞാനൊന്നും ഇല്ലായിരുന്നു അന്നേരം കോളേജിൽ പഠിക്കുമ്പോ. അഭിനയത്തിന് ഗുരുവാ. ഓൾറെഡി വളഞ്ഞിരിക്കുകയായിരുന്നു. അതെ, അഭിനയത്തിന്റെ ഗുരുവാണ് ഇവിടെ. എന്റെ അഭിനയത്തിന്റെ ഗുരുവാണ്. അതായത് ഞാൻ ആകാശം ഗതികളെ ഇങ്ങനെ തണ്ണി കിടക്കുന്ന ഒരു കാലത്താണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തരക്കേടില്ല, ഇവിടെ ജോലിയൊക്കെ ഉണ്ട്, കാശുണ്ട്, ഇവിടെ ഇങ്ങനെ വളക്കാൻ നോക്കുമെന്ന് വിചാരിച്ചു. അതിനുള്ള അപ്പോൾ ഞാൻ പൊള്ളുമ്പം വരുന്നതിന് മുമ്പ് തന്നെ പ്രേമം അഭിനയിക്കാൻ തുടങ്ങി. അഭിനയിച്ച് പ്രണയിച്ചാണ് അതിപ്പോഴാ പറയുന്നത്. ചതിക്കപ്പെട്ടത് ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, പക്ഷേ ഇവിടെ റിയൽ പ്രേമാന്ന് ഇവിടെ വീണു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അഭിനയം ഭരിക്കുന്നുണ്ട്. അപ്പോഴാണ് അറിഞ്ഞത് ഒരു നേടുന്നുണ്ട്. ഇവിടെ വിശ്വസിച്ചില്ലേ? അപ്പോഴാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നടനുണ്ടെന്ന് മനസ്സിലായത്. അതെ, അതെ, ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്റെ ഗുരുവായിട്ട് കാണുന്നത്. ഹാപ്പി വിഷു. Happy ആയില്ലേ? ഹാപ്പി ആയില്ലേ? മറുപടി ഒന്നും പറയാനില്ല. അതിന് മറുപടി ഇതിനിതിനാ. പ്രണയം അഭിനയിച്ചായിരുന്നു, നല്ല പൈസയും ജോലി ഉള്ളതുകൊണ്ട്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ല, എന്നാലും ചേച്ചിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഇവിടെ പൈസയായിരുന്നു. ഇവിടെ പൈസയായിരുന്നു. ഇപ്പം പറയാൻ പറ്റുമോ നമുക്ക്? ഒരാള് പറഞ്ഞില്ലേ? ഒരാള് പറഞ്ഞില്ലേ? എനിക്കൊന്നും അറിയില്ല. സൗന്ദര്യം, സ്വഭാവം സ്വഭാവം ഉഴപ്പി നടക്കുന്നല്ലേ എല്ലാരും പറയല് കോളേജിൽ നിന്ന്. പൊതുവെ ഉഴപ്പന്മാരോട് ഭയങ്കര പെൺകുട്ടിയുടെ ഇഷ്ടമുണ്ടോ? ടീച്ചറായിരുന്നു നമുക്ക് എന്ത് കാരണം? എല്ലാ ഞാൻ ടീച്ചറൊന്നും അല്ല അന്ന് കോളേജിൽ പഠിക്കുക. ടീച്ചറാന്നല്ലേ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അല്ല, അമ്മ പറഞ്ഞ അമ്മ ട്യൂഷനിൽ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പണ്ട് അച്ഛൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ കണ്ടതാണ് അമ്മനോട് കഥ. അച്ഛൻ ട്യൂഷൻ പഠിപ്പിച്ചോണ്ട്. കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് അതാ അമ്മ പറഞ്ഞു. ഞാൻ കോളേജിൽ പോകുന്നു. അമ്മ കോളേജിൽ പോകുന്ന സമയം ആദ്യം കാണുന്നത് എങ്ങനെയാ? അപ്പൊ തന്നെ എനിക്ക് ജോലിയും കിട്ടി. ജോലിയും കിട്ടി. അതാണ് പറഞ്ഞത്. അധികം വൈകാതെ.
അല്ല ഇത് ഞങ്ങൾ ചോദിച്ചത് പറഞ്ഞ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, ഇത് പറഞ്ഞ പൈസയും ഇതുകൊണ്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? അതിപ്പോ എന്നാ പിന്നെ ഇവരോട് ചോദിക്കുക, ആ ചോദ്യം ഇവരോടല്ലേ ചോദിക്കേണ്ടത്. അമ്മ നൈസായിട്ട് ഇട്ട് തന്നാലേ. പുതിയ തലമുറയിലൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. ഞാനല്ലേ ഒന്ന് താല്പര്യം. കഷ്ടപ്പെട്ട് ഇപ്പൊ ഫോൺ എല്ലാം ഉണ്ടല്ലോ അമ്മ. അത് മൊബൈലും ഇതൊന്നും ഇല്ലല്ലോ, കത്തുകളും. ഒന്നുമില്ല. പക്ഷെ അതെനിക്കറിയില്ലപ്പ. അതിന് ഉത്തരം പറഞ്ഞു തരാം നിങ്ങളോട്. അമ്മയ്ക്ക് ബ്ലഷ് ഇടില്ല. ബ്ലഷ് അതിനെന്തായാലും കണ്ടു ഇഷ്ടപ്പെട്ട് കല്യാണം നടത്തി അല്ലേ? അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഏട്ടൻ ഫുൾ ടൈം ബിസി ആയിരുന്നല്ലോ. കൊടരുതമാവ് ആളറിയാം എന്നുള്ള സിനിമ കഴിഞ്ഞപ്പോ പിന്നെ മാസത്തിൽ ഓരോരോ തിരക്കഥയും സിനിമ അതിലഭിനയിക്കുകയോ ചെയ്യായിരുന്നല്ലോ. അപ്പൊ പൂക്കോടെ വീട്ടില് ഒരു മാസത്തിൽ 2 ദിവസമേ വരുള്ളൂ. വേറൊന്നുമല്ല, ഇതും വേണം, അഭിനയിക്കാൻ വേണം. അപ്പൊ അതല്ലേ ഇവര് അതൊന്നുമല്ല ചോദിച്ചത്, അതിനെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? അതിന്റെ മറുപടി പറയാം. അറിയില്ലാന്ന്. അങ്ങനെ അറിയാതിരിക്കുക. എന്തൊക്കെ ഒരു ഉത്തരം പറ, ഒരു കാരണം. എന്റെ സൗന്ദര്യമാണ്. അതെ ഓരോന്ന് അതെ സൗന്ദര്യമാണ്. അതെ ഈ സൗന്ദര്യോ വേറെ സൗന്ദര്യം അങ്ങനെയല്ലല്ലോ, വേറെ സൗന്ദര്യമാണ്. അവിടെ കാണാൻ കൊള്ളാവുന്ന ആരും ഇല്ലായിരുന്നു. നാട്ടിൽ കിട്ടിയില്ല. അല്ല നേരത്തെ ഇപ്പൊ പറഞ്ഞു വെച്ചപ്പം ഇടയ്ക്ക് അവർക്ക് വേണ്ട ബന്ധുക്കളുടെ കൂട്ടത്തിൽ രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. കഥ അച്ഛൻ ഇപ്പോഴാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞതാ. ആ രാമേന്ദ്രൻ ഇവിടെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ പോയതാ. അവിടുന്ന് റഷ്യ അവന്റെ അവിടുന്ന് രജിസ്റ്റർ മാരേജ് അപ്പോഴേക്കും. അപ്പോഴാണ് അച്ഛനമ്മ രജിസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയാനല്ലേ? ഇല്ല അതെ പോയത്. ഇവിടെ ഇല്ലാതെ അവിടെ പോയാനല്ലോ. അത് അവള് ഇങ്ങനെ രാമേന്ദ്രൻ നമ്മളോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. രാമേന്ദ്രേട്ടൻ ദുബായിലാ. ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? ദുബായിലായിരുന്നു. രാമേന്ദ്രേട്ടൻ മരിച്ചുപോയി. മരിക്കുന്നവരെ കോണ്ടാക്ട് ദുബായിലായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു. അതാണ് വാട്സാപ്പ് ഒക്കെ വേണമെന്ന് പറഞ്ഞല്ലേ? അക്കാലത്ത് എന്ത് വാട്സപ്പ്? ഇപ്പൊ അടുത്ത കാലത്ത് മരിച്ചുപോയി വാട്സപ്പാ. തിരിച്ചു കിട്ടി. അല്ല ഇടക്കാലത്ത് തന്നെ വാട്സാപ്പ് പഠിപ്പിച്ചു തരണം, ഫോണ് വേണമെന്നൊക്കെ പറഞ്ഞല്ലോ. പുള്ളിയുടെ അവസാന കാലത്ത് അയ്യോ കാലം കുറേയായി മരിച്ചു. അതല്ലേ, ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടമെങ്കിൽ കാണണ്ടേ? ഇഷ്ടം ഉണ്ടാവേ. രാമേന്ദ്രേട്ടൻ ദുബായിലല്ലേ, ഒരു ദിവസം നമ്മളെ വീട്ടിൽ വന്നിന്. അത്രേ ഉള്ളൂ. വേ പോയി. ഇങ്ങനെ സംസാരിക്കുന്ന പിൽക്കാലത്ത് അറിയാവുന്നതുകൊണ്ട് അപ്പൊ തന്നെ ഉള്ളവർ വേഗം പോയിക്കോളും. അങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ പോലും സമ്മതിക്കില്ല. പിന്നീട് ശ്രീചേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീട്ടുകാരോട് പോയി പറയണോ? ഇത് ചേച്ചിയുടെ വീട്ടുകാരോട് പോയി പറഞ്ഞോ? അല്ലല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടുകാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഇവൾക്ക് കത്തയച്ചു. തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ഒരു ജനുവരി 12 വഴിയുള്ള ദിവസം ഞാനവിടെ തലേദിവസം വരും. 12 കല്യാണം രജിസ്ട്രാഫീസിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു വളരെ കത്തയക്ക് പറ്റിയത്. അപ്പോൾ രജിസ്ട്രാഫീസിൽ നമ്മൾ സുഹൃത്തുക്കൾ കൊണ്ട് അന്വേഷിച്ചപ്പോൾ 12-ാം തീയതി അവിടെ ഒരുപാട് സ്വത്ത് രജിസ്ട്രേഷൻ ഉണ്ട്. 13 ആക്കാൻ പറ്റുമെന്ന് വെച്ചു. അങ്ങനെ 13 ആക്കിയത്. അങ്ങനെ ജനുവരി 13 രജിസ്ട്രേഷൻ. അത് ഈ കാരണം കൊണ്ടാണ്. അന്ന് കത്തല്ലേ ഉള്ളൂ, ഫോണില്ല. കത്തെഴുതി ഈ സമയത്ത് വന്നോന്ന് പറഞ്ഞു. 13-ാം തീയതി കല്യാണം.
ഒറ്റ ഇറക്കമാണ് ഇറങ്ങിയത്. ഏ ഒറ്റ പോക്കങ്ങ് പോയി, പിന്നെ ഒന്നും നോക്കിയില്ല. ഇനി ഇപ്പത്തെ ജനറേഷന്റെ പറ നമ്മൾ കാലം 40 വർഷമായി. അമ്മേ ഇതിലേക്ക് നിങ്ങൾ പിടിക്കണോ? ടോപ്പിക് അല്ലേ? ഇനി അത് ചോദിക്കണില്ല, അപ്പൊ പ്രശ്നമില്ലല്ലോ. ഞാൻ കൂടെ വേണേ എന്തെങ്കിലും ചോദിച്ചോ? അല്ല, ഒരു കുടുംബത്തിൽ എല്ലാവരും ലവ് മാരേജ് ആയ കല്യാണം കഴിച്ച നമ്മുടെ ഫാമിലി അങ്ങനെ അച്ഛൻ മുതൽ അച്ഛൻ മുതൽ മക്കളെ രണ്ടുപേരും അല്ലേ? ഈവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ലവ് സ്റ്റോറി ഉണ്ട്. അതേപോലെ 9ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ് ഞാനൊരാളെ പ്രേമിക്കുന്ന ഒരു പെൺകുട്ടിയത്. ഞാൻ പറഞ്ഞു നല്ല വളരെ കാര്യം, വെറുകുന്നല്ലേ മോശപ്പെട്ട കാര്യം, സ്നേഹിക്കുന്നത് നല്ല കാര്യം. ആ പെൺകുട്ടിയോടൊക്കെ പറഞ്ഞോ? ആ പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞു. അതൊക്കെ പറയാ. അപ്പം എന്താ പെണ്ണത്? എനിക്ക് അവിടെ കല്യാണം കഴിക്കുന്നത്. നമുക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, ഓർമ്മയില്ലേ? ആ അതെന്താ ഇഷ്ടമല്ലേനു. അതാണ് അമ്മ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് കണ്ടൂടായിരുന്നു. ഇഷ്ടമില്ല. നമുക്കൊക്കെ കുറച്ചെങ്കിലും ഒരു നമുക്കൊരു മനസ്സിന് പിടിക്കണ്ടേ. ഒരു അവള് സന്തോഷമായിട്ട് സ്ഥലത്ത് ജീവിക്കും. അവളെ കണ്ടിട്ട് അവള് ജീവിച്ചോട്ടെ. പക്ഷേ എന്റെ മോന്റെ ഭാര്യയായിട്ട് വരാൻ എനിക്ക് എന്റെ അമ്മേ ഒരു തരത്തിലും ഇഷ്ടമല്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതും അറിയില്ല, അതല്ലേ ഇതിന് മറ്റേ കേസ് നിന്റെ കേസ് അറിയില്ലായിരുന്നു. എന്റെ അവളവിടെ പരിപാടി സുഖമായിട്ട് ജീവിക്കുവാണ് ഇപ്പൊ. അത് സുഖമായിട്ട് ജീവിച്ചു പോകും. അത് ജീവിച്ചോട്ടെ. അവള് മലയാളിയല്ല, അല്ലാണ്ട് അവളെ എനിക്ക് ഇഷ്ടാ. ഒരു മോന്റെ ഭാര്യയായിട്ട് ഇഷ്ടമല്ല എന്നേ ഉള്ളൂ. അല്ലാണ്ട് എന്റെ അടുത്തെല്ലാം വരാറുണ്ട്. എന്റെ സുഹൃത്താ, തൊട്ടപ്പുറത്തെ താമസിച്ചുണ്ട് ഫ്ലാറ്റില്. പിന്നെ നമ്മളെ താമസം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട. ആന്റി എന്നോടൊരു പ്രാവശ്യം പറഞ്ഞ് പിന്നെ ധ്യാനാണ് ആന്റി ക്ലാസ്സിൽ ഏറ്റവും നല്ല കുട്ടി സംസാരിക്കും. അതിന് ഇഷ്ടമല്ല ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല. അതൊന്നുമല്ല, നല്ല സംസാരവും നല്ല അതൊക്കെ നല്ലതാണ്. നല്ല സംസാരവും നല്ല ബിഹേവിയറും ഒക്കെയാണ്. പക്ഷെ എന്റെ മോന്റെ ഭാര്യയാണെന്ന് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഒരു സംശയം, ഞാനല്ലേ കല്യാണം കഴിക്കുന്നത്, എന്റെ ഇഷ്ടമല്ലേ നോക്കണ്ടേ? എന്നാലും അമ്മക്കൊരു മോന്റെ ഭാര്യയാന്ന് ഉണ്ടാവൂലേ? ഇല്ലേ? ഇല്ലേ? മക്കളുടെ ഇഷ്ടമല്ലേ? ബാക്കി മക്കളിനെ എല്ലാം ആയിക്കോട്ടെ. നമ്മളിപ്പം പിന്നെ ഇതുകൂട്ടാൻ ദിവ്യ നമ്മളൊന്നും ആരും ഒന്നും നമ്മളെ കുടുംബത്തിൽ മാത്രം ലവ് മാരേജും എല്ലാം നമ്മളെ കുടുംബത്തിലെല്ലാം നടന്നിട്ടുണ്ടല്ലോ. ഒരാൾ ഇങ്ങനെ വെറുക്കാനൊരു കാരണം വേണ്ടേ? വെറുക്കാൻ കാരണം വേണ്ട, ഒരു കാരണമില്ല. കുട്ടി നല്ല കുട്ടിയാണ്, നല്ല പഠിക്കും, നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അല്ലാതെ എനിക്ക് നമുക്ക് വേണ്ട, അത്രേ ഉള്ളൂ. അതങ്ങനെ പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചൊന്നുമില്ല. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കല്യാണം ഏർപ്പാടിയാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് എൻ്റെ അമ്മയാണ്, ആൾക്കെല്ലാം ചെലവിന് കൊടുക്കുന്നത് ഞാനാണ്. അതുപോലെ നീ കല്യാണം കഴിച്ച് അവരുടെ ചെലവ് എന്നെ കൊണ്ട് കൊടുക്കുന്നത്, അത് നീ തന്നെ കൊടുക്കണം. അതിനുള്ള സംവിധാനമായോ? പിന്നെ വന്നിട്ടില്ല എന്നോട്. വന്നിട്ടില്ല. അത് നന്നായി. അതെല്ലാം ഇവിടുത്തെ പ്രാർത്ഥനയാ. ഫുഡ് എങ്ങനെയുണ്ട് ചേട്ടാ? ഇവിടെ വെച്ചത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാ. ഇവിടെ വെച്ചതൊന്നുമില്ല. അതച്ഛനെ നന്നായിട്ടറിയാം ഇവിടെ വെച്ചതല്ല. പക്ഷെ ഈ 84 ഈ
ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഷിഫ്റ്റ് എവിടെയായിരുന്നു മറ്റേ ഈ പൊളിറ്റിക്കൽ സോഷ്യൽ സെറ്റയർ? കാരണം ആദ്യത്തെ സിനിമകളൊക്കെ ഭയങ്കര അക്കരമാരൻ വളരെയാം അല്ലെങ്കിൽ ചെറിയ ചെറിയ പടങ്ങൾ അങ്ങനത്തെ ലൈറ്റ് കോമഡി പടത്തിൽ നിന്ന് ഷിഫ്റ്റ് ഉണ്ടല്ലോ. ഈ അത് മനഃപൂർവ്വം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കഥ ആലോചിച്ചപ്പോൾ മെയിൻ ചോദ്യം നൈസാക്കി എന്താ അതെ നൈസാക്കി. ഈ ശ്രീചേട്ടാ, ഇപ്പം ശ്രീചേട്ടന് 78 വയസ്സായില്ലേ? എത്ര വയസ്സായി? 73 പോകുന്നു. അപ്പോൾ നമുക്ക് ശ്രീചേട്ടൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പം മമ്മൂക്കാനൊക്കെ നമ്മൾ കാണുന്നില്ലേ, നല്ല ആരോഗ്യമായിട്ട് നിൽക്കുകയാണ്. ഈ ശ്രീചേട്ടൻ ഈ വലിയ ജൈവ രീതിയിൽ ഫുഡൊക്കെ ആയിരുന്നു. ഫുഡ് ഭയങ്കര കൃത്യമായിട്ടൊക്കെ നോക്കായിരുന്നു. ഈ ഇങ്ങനെയൊക്കെ ഈ മാറിപ്പോയത് നല്ല സ്മോളടിയൊക്കെ ആയിരുന്നു. പുകവലി പുകവലി ഒറ്റക്കാരനല്ലേ, മറ്റൊന്നുമല്ല. അപ്പൊ അസൂയ ഉണ്ടോ അവരോടൊക്കെ? നന്നായി ഭക്ഷണം കഴിച്ച് നന്നായി ജീവിക്കുന്നവരോട് അസൂയ ഉണ്ടോ? അതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തൊരു, അങ്ങനെയല്ല, ആരോഗ്യവാനായി ഇരിക്കുന്നവരോട് അസൂയ ഉണ്ടോന്ന് ചോദിച്ചു. അതെ, അങ്ങനത്തെ ഒരു ഇതൊന്നും. മമ്മൂട്ടിയോടാണോ മോഹൻലാലിനോടാണോ ഏറ്റവും ഇഷ്ടം? മറ്റേ കുനിഷ്ഠ ചോദ്യങ്ങളാണ്. ആരോടാ ഇഷ്ടം? ആരോടാ ഏറ്റവും വിശദമായി പറഞ്ഞു. വിശദമായി പറഞ്ഞാൽ പിടികിട്ടും. അതാണ് സിമ്പിൾ ക്യാരക്ടേഴ്സ് എല്ലാവരും രണ്ടുപേരും. അതെ, പക്ഷെ അതിന് ആരാ നല്ല നടനായി തോന്നിയിട്ടില്ല ശരിക്കും? അത് മോഹൻലാൽ ആണല്ലേ? അതൊക്കെ അല്ലേ ആരോടാ കൂടുതൽ ഇഷ്ടം? സത്യനം അച്ഛൻ ആ സമയത്ത് 86 തൊട്ട് 19 ഇടയിൽ സത്യനങ്ങളിന് വേണ്ടിയിട്ടും പ്രിയനങ്ങളിന് വേണ്ടിയിട്ടും രണ്ടുപേർക്കും എഴുതിയിട്ടുണ്ടല്ലോ. ശരിക്കും നല്ല സ്റ്റോറി ടെലർ, അല്ലെങ്കിൽ സിനിമ വിഷ്വലി ഇരുന്ന സമയത്ത് ഏറ്റവും നല്ല സ്റ്റോറി ടെലർ ആയിട്ട് തോന്നിയത് രണ്ടുപേരുടെ വ്യത്യാസം. അല്ലെങ്കിൽ അച്ഛൻ്റെ കഥകൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിഷ്വൽ ചെയ്ത ചില പടങ്ങൾ പ്രിയനും ചില പടങ്ങൾ സത്യനും, അങ്ങനെ പറയാൻ പറ്റും. സത്യനെന്ന് പ്രിയനെന്ന് ചില പടങ്ങൾ ഗംഭീരമായിട്ടുണ്ട്. ഇപ്പൊ കിലുക്കെന്ന് പറയുന്ന പടം തെന്മാർക്കൊമ്പതൊന്നും ഞാൻ എഴുതിയതല്ല. ഈ ചിത്രം അച്ഛൻ എഴുതിയിട്ടുണ്ടോ? അല്ല, ഗോസ്റ്റ് ഒന്നും എഴുതിയില്ല. കുറെ പടങ്ങൾ ഗോസ്റ്റ് റൈറ്റിംഗ് ചെയ്തിട്ടില്ല. അത് വേറെ പടങ്ങൾ ഇല്ല. ചിത്രത്തിൽ മറ്റേ ഇത് തേങ്ങയല്ല, ഇത് അതൊക്കെ പ്രിയുണ്ട്. പക്ഷെ അതൊക്കെ അച്ഛൻ്റെ ടൈപ്പ് ഓഫ് ഹ്യൂമർ പോലെ. അങ്ങനെ നമുക്ക് അതാണ്. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ ഈ ഒരു സമയത്തുള്ള കുടുംബ ചിത്രങ്ങൾ പോലെയാണ് വെള്ളാനങ്ങളുടെ നാട്, വരവേൽപ്പ്, ഇത്തരം സിനിമകളുണ്ടോ? അതിലെല്ലാം കുടുംബ പശ്ചാത്തലമാണ് പറയുന്നത്. ക്യാരക്ടർ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മനഃപൂർവ്വമാണോ? ഇങ്ങനെ ഒരു സിനിമ വേണമെന്ന് തീരുമാനിച്ചെടുക്കുവാണ്? അല്ല, അത് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ മിഥുനം, സന്മനസ്സുള്ള വെള്ളാനകളുടെ നാട്, വരവേൽപ്പ് വെച്ചാൽ എൻ്റെ ബേസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഫാമിലി സ്ട്രഗ്ലിംഗ്, നായകൻ സ്ട്രഗ്ലിംഗ്, ചെറിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ, ഫാമിലിക്കകത്ത് ചെറിയ ബ്രോക്കൺ ഫാമിലിക്കുള്ളിൽ ഫ്രിക്ഷൻ. അപ്പോൾ ഇതിന്റെ ക്യാരക്ടേഴ്സും ഇവരുടെ ജോലിയും പരിപാടിയും മാത്രമല്ല, പരിസരം മാത്രമല്ല ആക്ച്വലി മാറ്റി. സിനിമ ഞാൻ ഡയറക്റ്റ് ആലോചിച്ച പടമാണ്. ഒരു ബക്കറ്റുമായിട്ട് സിന്ധു വരുന്നതാണ്. നമ്മള് ഇതിങ്ങനെ എടുക്കുമ്പോൾ താഴെ പോവോ? ലിബർട്ടി ബഷീറാണ് പ്രൊഡ്യൂസർ. അപ്പോൾ സാധ്യമൊക്കെ പറഞ്ഞ് ഏകദേശം എത്ര പൈസയാണ് വന്ന് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളി വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് ഒരു ഫീമെയിൽ ക്യാരക്ടറും കൂടി വന്നു എൻ്റെ ചിന്തയിൽ. എൻ്റെ അക്കാര്യം പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇതെല്ലാം കണ്ടിട്ട് കോസ്റ്റങ്ങനെ കൂടുകയാണ്, ഞങ്ങളെടുക്കുന്നത്.
ഒരു ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ 20 വർഷത്തിനോട് പറയും കോസ്റ്റ് അങ്ങനെ കൂടുതലാണ്. പഠിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കായിരുന്ന കോസ്റ്റ് ഒന്നും വരില്ലല്ലോ. അച്ഛൻ ഡയറക്റ്റ് ചെയ്തിരുന്നാണ് ഇതിന്. ഇതിന് 90 ഇതിനും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്യാനിരുന്ന ഇരുന്ന പടം ഇങ്ങനെ വന്നപ്പോൾ മാറ്റി. അപ്പൊ വടക്കു നോക്കേന്ദ്ര യന്ത്രം കഴിഞ്ഞിട്ട് ചെയ്യാനിരുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഇതിനായിരുന്നു. അല്ല ഇതൊക്കെ ചോദിച്ചാൽ ഞാൻ ഈ മിഥുനം വെള്ളാനകളുടെ നാട് ഇത് രണ്ടും ഒന്നിനകത്ത് ദാക്ഷായണി ബിസ്ക്കറ്റ്, മറ്റേനകത്ത് PWD കോൺട്രാക്ടർ, വീട്ടിൽ കുടുംബക്കാർ തമ്മിൽ പ്രശ്നം, ചെറിയ പൊളിറ്റിക്സ്, രണ്ടിന്റെയും കഥ എന്ന് പറയുന്നത് അതിന്റെ ബേസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബേസ് കഥ എന്ന് പറയുന്നത് ഒന്നല്ലേ രണ്ടിന്റെയും, മിഥുനവും വെള്ളാനകളുടെ നാടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്ട്രഗ്ലിങ് മറ്റേ PWD കോൺട്രാക്ടർ വീടുമായിട്ട് കുറച്ച് അല്ല വീട്ടില് ഇവര് കുടുംബക്കാരുമായിട്ട് മറ്റേ കരമനൻ ചേട്ടനൊക്കെ ആയിരുന്നില്ലേ, അവരൊക്കെ ഇതിലായിരുന്നില്ലേ. മിഥുനത്തില് മറ്റേ ഇന്നസെന്റ് ഞങ്ങളും ജഗചേട്ടനൊക്കെ ആയിരുന്നു ഇപ്പുറത്തെ ഫാമിലിയിൽ. ഈ മറ്റേ അച്ഛൻ ഈ മറ്റേ തീരെ പരിചിതമല്ലാത്തൊരു ഇതായിരുന്നില്ലേ മറ്റേ കഥാപശ്ചാത്തലം ചമ്പക്കുളം കച്ചൻ. അച്ഛൻ ആ ഏരിയ അച്ഛൻ എഴുതിയതല്ലേ ചമ്പക്കുളം കച്ചൻ. അതപ്പോൾ അതിന് എഴുതുന്ന സമയത്ത് അവിടെ പോയി നിൽക്കുകയോ റിസർച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ഇങ്ങനെ ആള് മരുന്നായിട്ട് ഒരു കൂട്ടനായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു കഥ സിനിമയാക്കണമെന്ന്. അപ്പൊ ജോൺ ബോളോ മറ്റായിരുന്നു. അച്ഛൻ ആ ഏരിയ അധികം ഇല്ല വലിയ ബന്ധമില്ല. അപ്പോ ആ സിനിമയിലെ ഭരത് ഗോപിയൊക്കെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പേരൊക്കെ ഇട്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന കാലത്ത് അത് അവർ വേണ്ടെന്ന് വെച്ചു. ഞാനീ കഥ എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷെ കൂട്ടനാട്ടിൽ കുറച്ച് ദിവസം ഞാൻ ഇരുന്നിട്ടുണ്ട്. അയൽവാസികൾ അതിൻ്റെ അകത്ത് വലിയൊരു തമാശയുണ്ട്. അതിലെ നെടുമുടിയുടെ ആദ്യത്തെ സീന് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ ആ സീനുമായിട്ട് എഴുതിയ സീനുമായിട്ട് കക്ഷത്തിൽ വെച്ച് അപ്പം എഴുതാണ്. കക്ഷത്തിൽ വെച്ച് ലൊക്കേഷൻ ചെന്നപ്പോൾ നെടുമുടി ആ പേപ്പർ കക്ഷത്തിൽ പിടിച്ചു വെച്ച് വാങ്ങിച്ചിട്ട് പുള്ളി മുഴുവൻ വായിച്ചു. പുള്ളിയുടെ സിനിമ എന്നിട്ട് ഇതെങ്ങനെ ഒപ്പിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ തകഴിയുടെ മറ്റേ ധാരാളം പുസ്തകങ്ങളുണ്ട്, ഇതെല്ലാം ഇഷ്ടംപോലെ വായിക്കാറുണ്ട്. ഞാൻ ഗംഭീരമായ വായന എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഒരു അടിത്തറ അതാണ്. അപ്പം എന്നോട് പറഞ്ഞ് കൂട്ടനാട്ടിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സംസാര ഭാഷയൊക്കെ ഞാൻ തെറ്റാതെ ഉപയോഗിച്ചത് പുള്ളി എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അത് റിസർച്ച് ഉണ്ടായിരുന്നു അച്ഛൻ അവിടുത്തെ ഭാഷ? അതിനുവേണ്ടി റിസർച്ചൊന്നുമില്ല, അത് എൻ്റെ ഉള്ളിലുണ്ട് ആ ഭാഷ. ഒന്നും റിസർച്ച് വേണ്ടിയൊന്നുമില്ല, അതിനു വേണ്ടി പ്രത്യേക റിസർച്ച് എനിക്ക് വേണ്ടിയൊന്നുമില്ല. ആത്മകഥയും ഞാൻ വായിച്ചിട്ടുണ്ട്. തകഴിയുടെ മാത്രമല്ല ആ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആൾക്കാർ നിരവധിയുണ്ട്. ആ വായനയാണ് അതിന് എനിക്ക് വളരെ എളുപ്പമാണ് ആ ഭാഷ. വായനാശീലം വലിയ
ഞാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതിവിടെ വിഷയമല്ല, അതിവിടത്തെ വിഷയമല്ല. അല്ല, ഇത് ഭയങ്കര പോയിന്റാണ്. അതെ അതെ. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് കഥാപാത്രം വരുന്നു, ആ ഓടിയ സ്ഥലത്തെ ലാംഗ്വേജ് വരെ വരുന്നുണ്ട്. വായനാശീലം. പക്ഷെ ഈ ലാസ്റ്റ് മിനിറ്റ് എഴുത്ത് ഞാൻ പണ്ട് ഇപ്പൊ കഴിഞ്ഞ 4 വർഷം മുന്നേ സത്യനങ്ങൾ ഞാൻ പ്രകാശൻ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് സത്യനങ്ങൾ രാത്രി 12 മണിക്ക് കാറ് വെയിറ്റ് ചെയ്ത് അച്ഛൻ മുകളിൽ എഴുതിക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം രാവിലെ ഷൂട്ടാ. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റ് എഴുത്ത് ശരിക്കും പാടല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു ശീലമായി, പ്രിയം പഠിപ്പിച്ചു. അപ്പൊ ഒരു സ്കെലിട്ടൺ എന്തായാലും ഉണ്ടാവും. അതെ, ഈ ഡയലോഗ്സ് ഒരു സീനും ഉണ്ടാവും, ഡയലോഗ്സ് മാത്രമായിരിക്കില്ലേ ലാസ്റ്റ് മിനിറ്റ്? അതെ. അത് പുതിയ തലമുറയിലെ പലരും ശ്രമിക്കുന്നുണ്ട്, ഞാൻ നടക്കുന്നില്ല. ഈ 1 ലൈൻ എഴുതിക്കൊണ്ടാണ് ഷൂട്ടിന് പോകണം അല്ലേ? അവിടെ പോയിട്ടാണ് പിന്നീട് അല്ലെ മൊത്തം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവില്ലേ? ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംശയം ഉണ്ടാവും. ഡയറക്ടേഴ്സ് അവരനുസരിച്ച് പെട്ടെന്ന് മാറണ്ടേ അവര്? ഡയലോഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിലോ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവല്ലേ സീനിന്റെ ഒരു. ഈ മിഥുനത്തിലെ മറ്റേ സീനില്ലേ, തേങ്ങ ഉടക്ക സ്വാമി, മറ്റേ വേണു അങ്കിള് മറ്റേ അത് ഭയങ്കര പിൽക്കാലത്ത് ഭയങ്കര ഹിറ്റ് സീനാണ്. ബ്ലഡി ഫൂൾ എന്ന് വിളിക്കുന്നില്ല മറ്റേ. എന്നാ പിന്നെ തനിക്ക് തന്നെ ഒരു തേങ്ങ വാങ്ങിച്ചങ്ങ് ഉടച്ചാൽ മതിയില്ലായിരുന്നു എന്ന് പറയുന്നത് മറ്റേ. പക്ഷെ അതൊക്കെ പെട്ടെന്ന് എഴുതിയോ അവിടെ വെച്ച് എഴുതിയതാണോ? ആണോ? ഈ ബ്ലഡി ഫൂളൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നാണോ? എന്നോടൊരു ദിവസം കോഴിക്കോട് വെച്ച് പ്രിയമ്മ എന്തായാലും താങ്കൾ പടം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ അതിപ്പോ ഇല്ല. എന്താ എൻ്റെ കഥ? അപ്പോൾ ഞാൻ കഥ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നത്. അങ്ങനെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ സംവിധാനം നിന്നുപോയി. മിഥുനം അന്ന് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്ത സിനിമയാണ് അന്ന്. അല്ല, പിൽക്കാലത്ത് ടി വിയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന തിയേറ്ററിൽ വലിയ ഓടിയില്ല. സിനിമയുടെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഓടിയ സിനിമ ഏതാണ്? ഒന്നും തള്ളണമെന്നുള്ളൂ. ചിന്താവിഷ്ടേഷം നമ്മളെ അല്ലേ? നാടോടിക്കാറ്റ്. കഥ പറയുമ്പോൾ ഈ റോഷന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് പുതിയ ആൾക്കാർക്ക് വേണ്ടി അച്ഛന് എങ്ങനെയാ സ്ക്രിപ്റ്റ് ഇവർക്ക് വേണ്ടി കുറെ ലാൽ ജോസ്, ലാലുവേട്ടൻ, റോഷൻ ചേട്ടൻ, എനിക്കൊന്ന് സിബി സാർ, സിബിയുടെ അപ്പൊ ഇവര് ഈ പുതിയൊരാൾക്ക് ഈ സ്ക്രിപ്റ്റ് കൊടുക്കാം എന്നുള്ളൊരു റോഷൻ ചേട്ടന് വേണ്ടി അച്ഛൻ എഴുതി, ലാലുവേട്ടൻ. അപ്പൊ ഇവരെ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിൽ ഇവരൊരു ക്രാഫ്റ്റ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ? സിബിയുടെ കാര്യം പറയാം. അവർ രഘുനാഥ് പാടിയിട്ട് എഴുതി ഒരു സിനിമ ചെയ്യാനായിരുന്നു ഒരു പരിപാടി എറണാകുളത്ത്. അപ്പം സിബി പ്രിയൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെപ്പറ്റി പ്രിയനോട് ആദ്യം പറയുന്നത് സിബിയാണ്. പ്രിയനെ എഴുതുന്നതൊക്കെ നല്ല വ്യത്യാസവും പുതുമയുണ്ട് എന്ന് എന്നെ പറ്റി പ്രിയൻ്റെ അടുത്ത് പറഞ്ഞ സിബിയാണ്. അങ്ങനെ പ്രിയന് ഒരു വിശ്വാസം വന്ന് ഇവനെ കൊണ്ട് എഴുതിക്കുന്നത് ആദ്യകാലത്ത്. അതെ, ഓർഡർ ചെയ്യുമ്പോൾ അത് ഞാൻ ആദ്യം അപ്പോൾ സിബി ആദ്യം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രഘുനാഥ് പള്ളി സിബിയും കൂടി പല സ്ഥലത്ത് സഞ്ചരിക്കുന്നത് ഡിസ്കസ് ചെയ്ത് എഴുതുമ്പോൾ പോകുന്നത്. അവസാനം സ്ക്രിപ്റ്റ് എഴുത്ത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ തിരുവനന്തപുരത്ത് ഉള്ള ഞാൻ അടിയെന്ന് ഇവിടെ വരണം സിബി വിളിച്ച് പറഞ്ഞു. ഞാനിങ്ങനെ എറണാകുളത്ത് ചെന്നപ്പോൾ ഈ
സ്ക്രിപ്റ്റുമായിട്ട് പുള്ളി ഇരിക്കുകയാണ്. അതിനോട് ഇത് ശരിയാവുമെന്ന് അറിയില്ല, നോക്കുന്നത് നോക്കുമ്പോൾ അങ്ങനെ ആ കുഴപ്പം. അങ്ങനെ അത് മാറ്റി വച്ചിട്ട് വേറൊരു കഥ ആലോചിക്കാറില്ല. സിബിയായിട്ട് സംസാരിച്ച് ഇങ്ങനെ ആവശ്യങ്ങളാണല്ലോ അത്യാവശ്യങ്ങളായി മാറുന്നത്. അതെ 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 അതെ. 2 സിനിമ ബാക്ക് ടു ബാക്ക് ചെയ്തില്ലേ? മുത്താരം വന്ന് കഴിഞ്ഞിട്ട് ദൂരെ ദൂരെ ഒരു കൂടെ വിട്ടാ 2 സിബിയങ്ങളുടെ 2ാമത്തെ പടം അതല്ലേ? ബാക്ക് ടു ബാക്ക്. അത് റിയൽ സംഭവത്തിന് ബേസ് ചെയ്തില്ല. കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ TTCക്ക് തുല്യമായ പരീക്ഷ കർണാടകത്തിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ പോയിട്ട് കാശ് കൊടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് കേരളത്തിൽ വന്ന് ജോലി വാങ്ങിച്ചിട്ടുണ്ട്. ഐഡിയ അതാണ്. അതുകൊണ്ട് CBI മുത്താറിക്കൊന്നും PO ഓടിയില്ല. അപ്പോൾ പക്ഷെ അന്ന് ഭയങ്കര അഭിപ്രായം ഉണ്ടായിരുന്നില്ലേ ക്രിട്ടിക്കൽ? മുത്താറിക്കൊന്ന് PO എന്ന് പറയുന്ന ആൾക്കാർ പ്രതീക്ഷിച്ച് പാടുന്നതാണ്. പക്ഷെ അതിനനുസരിച്ച് വേണം, അവരുടെ പ്രതീക്ഷകൾക്ക് വന്നില്ല എന്നുള്ള. അതിലല്ലേ മുകേഷ് അങ്കിള് മമ്മൂക്ക കത്തയക്കുന്നത് ദൂരെ ദൂരെ വിട്ടാണ് മറ്റേ സോൾട്ട് മാംഗോ ട്രീ. ഈ പറഞ്ഞ പോലെ ഇപ്പം ലാൽ ജോസ് ആണെങ്കിലും റോഷൻ ആണെങ്കിലും ഇവരൊക്കെ ഉണ്ടല്ലോ, ആദ്യമായിട്ട് വരുന്നവരാണല്ലോ. ഇവരൊക്കെ ശ്രീചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പം ഈ പണ്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന റാഗിങ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇവരോട് പെരുമാറിയിട്ടുണ്ടോ? സത്യമാണോ? സത്യം. ദേഷ്യപ്പെടാറില്ലേ? ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അത് എൻ്റെ സ്ഥായിയായ സ്വഭാവം പുറത്തേക്ക് വേണ്ടി വരുന്നത് അവര് വിചാരിച്ച പുറത്ത് വരുന്നത്. അവര് പ്രകോപിപ്പിച്ചാലേ പുറത്ത് വരും. ഞാനായിട്ട് പെട്ടെന്ന് അടിയുടെ പക്കത്തൊക്കെ ദേഷ്യം കൊണ്ടൊന്നുമില്ല. അത് ശരിക്കും ചില അഭിപ്രായങ്ങള് നമുക്ക് ദഹിക്കാത്തത് പോലെ തോന്നുമ്പോൾ നമുക്ക് ദേഷ്യം വരും. സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളുണ്ട്. ഒന്നുമില്ല. സിനിമാ ചർച്ചകളുണ്ട്. കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളെ അച്ഛൻ്റെ അടുത്ത് കിട്ടാനുണ്ട്. നമുക്ക് ഏറ്റവും സമയമെടുത്ത് എഴുതിയ അല്ലെങ്കിൽ ഇതായിരിക്കും എഴുത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയില്ലെങ്കിൽ സുമിത്ര വിളിക്കുന്നു. അത് ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം കഥ കേട്ടിട്ട് മോഹൻലാൽ പറഞ്ഞ് ഹീറോകളെ ഞാൻ ചെയ്താൽ ശരിയാവില്ലെന്ന്. എന്നിട്ട് പെട്ടെന്ന് ഞാൻ ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ വന്നു. പുള്ളിക്ക് വെച്ച റോള് പുള്ളിക്ക് പുതിയൊരു ക്യാരക്ടർ ഉണ്ടാക്കേണ്ടി വന്നു. ആ ക്യാരക്ടർ അത് ശരിക്കും ഹിന്ദി സിനിമയുടെ റീമേക്കായിരുന്നു. കഥ എന്ന് പറയുന്ന ഒരു ഷായി പറഞ്ഞിപ്പയുടെ ഒരു സിനിമയാണ് കഥ. അതിൽ ഫറൂഖ് ഷെയ്ഖ് ആണ് നായകൻ. പിന്നെ നാസിറുദ്ദീൻ ഷാ ആണ് വേറെ റോള്, ചെറിയ റോള്. ആ ചെറിയ റോള് ഞാനും ചെയ്യാം. മറ്റേത് വലിയ റോള് ഫറൂഖ് ഷെയ്ഖിൻ്റെ റോള് മോഹൻലാൽ ചെയ്യാന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ പ്രശ്നം വെച്ചാൽ പുള്ളി അത് ചെയ്താൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത ഇമേജ് പോകുമെന്ന് പേടിച്ചിട്ട് പുള്ളി ചെയ്തില്ല. അതെ അതന്നെ.
ഒറ്റ ദിവസം രാത്രി കൊണ്ട് കംപ്ലീറ്റ് അതുവരെ പുള്ളി തീരുമാനിച്ചു. രാത്രി വന്ന് ബാംഗ്ലൂർ ഹോട്ടലിൽ വെച്ച് പ്രിയങ്ക പറഞ്ഞപ്പോൾ ആളോളം ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് മറ്റേ റോള് അപ്പോൾ നാസിറുദ്ദീൻ ഷായുടെ റോള് വലുതാക്കിയിട്ടാണ് മോഹൻലാലിൻ്റെ ക്യാരക്ടറാക്കി മാറ്റിയത്. ഫാറൂഖ് ഷെയ്ഖിന് ഞാനും ചെയ്തു. അതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച എഴുത്ത്. എല്ലാം ഒരു അന്തവും കുന്തവും